ഡൽഹിയിൽ നടക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാ ഈ പറയുന്ന യൂത്ത് സംഘടനകളും DYFI ആണെങ്കിലും KSU ആണെങ്കിലും എല്ലാം സപ്പോർട്ട് കൊടുത്ത് കൂടെ നിൽപ്പുണ്ട്. ഇപ്പം സമരം തുടങ്ങി കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങളിൽ ശ്രദ്ധ വന്നപ്പോൾ മുതൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ സമരത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പുറത്തു വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ പറയുന്ന യൂത്ത് സംഘടനകളടക്കം അങ്ങോട്ടേക്ക് എത്താൻ തുടങ്ങിയതും അവരെ സപ്പോർട്ട് ചെയ്യാനോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഡൽഹിയിലോട്ട് എത്തിയത് അപ്പോഴാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ KSU ആണെങ്കിലും DYFI ആണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും ഈ സമരത്തെ അവർ നേരത്തെ ഏറ്റെടുക്കേണ്ടതല്ലേ? അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഏറ്റെടുക്കുന്നതിന് മുന്നേ അവരാരും അതിന്റെ തീരുമാനം ഉണ്ടാക്കേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല, ഒരു സംഘടന, പിന്നെ അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നത്. കാര്യം അന്ന് ഇത് ഈ പറയുന്ന യുവാക്കൾക്കെതിരെ ജെൻസിക്കെതിരായി ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് അവരെ പാറ്റകളോട് വിശേഷിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇവരിങ്ങനെ തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സമരം ജന്തർ മന്ദറിൽ ഈ ഒരു സമരം ആരംഭിക്കുന്നത് ജൂൺ മാസം 20-നാണ്. ഇന്ന് എത്ര ദിവസമായെന്ന് നമ്മൾ ആലോചിച്ചു. ഒരു മാസം കഴിഞ്ഞു. ഏകദേശം ഇത്രയും ഔദ്യോഗികമായി ആരംഭിക്കുന്നു. അതിന് മുമ്പ് തന്നെ ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ സമരം നടത്തുന്നുണ്ട്. അതായത് ഔദ്യോഗികമായി ഇവരുടെ സമരം ആരംഭിച്ചിട്ട് ഏകദേശം ജൂൺ മാസം 20-ാം തീയതി മുതൽ ഇന്ന് 23-ലേക്ക് എത്തി നിൽക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ട് കണക്കുകൾ പ്രകാരം ഏകദേശം 45 ദിവസം ഇവരുടെ ഈ സമരം ആരംഭിച്ചിട്ട്, അതായത് ഈ CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ആരംഭിച്ചിട്ട്. പക്ഷേ രാജ്യമെങ്ങും അത് ശ്രദ്ധിക്കപ്പെട്ടു. ഇതാ നമുക്കറിയാം, തമിഴിലെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇത് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലേക്ക് വിടണം, മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾ എന്ന് പറയുന്ന ഒരു വലിയൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുണ്ട്, DYFI എന്ന് പറയുന്ന സംഘടനയുണ്ട്, കോൺഗ്രസ് അതായത് പ്രധാന പ്രതിപക്ഷ സംഘടനയുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, കഴിഞ്ഞ ദിവസം സഭയ്ക്കകത്ത് കണ്ടത് എന്താ, അഖിലേഷ് യാദവും പിന്നെ നമ്മുടെ KC വേണുഗോപാലും തമ്മിലടിക്കുന്നു. എന്താണ്, ഇവര് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അഖിലേഷ് യാദവ് ആണെങ്കിലും നമ്മുടെ KC വേണുഗോപാലാണെങ്കിലും കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ, അതല്ല സംഘടനാ ജനറൽ സെക്രട്ടറി ഇതിനായിട്ട് നിൽക്കുന്ന KC വേണുഗോപാൽ, അതിലെ ഘടകകക്ഷിയിൽപ്പെട്ട പിന്നെ ഒരു നേതാവ് അവിടെ കിടന്നുകൊണ്ട് സമരം ചെയ്തു. വർഷകാല സമ്മേളനത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണെന്ന് ഇത്. അപ്പം ഈ രീതിയിൽ, എന്നാൽ എന്തുകൊണ്ടാണ് ഈ 45 ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നിട്ട് കൂടി, 45 ദിവസം വലിയ ശക്തമായൊരു സമരത്തിനൊരു സാധ്യത ഉണ്ടായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ഈ സമരത്തെ അങ്ങോട്ട് അല്ലെങ്കിൽ അതിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർ ആരും രംഗത്ത് വരാതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു കാര്യം. DYFI എന്ന് പറയുന്ന സംഘടനയുണ്ട്. ഇവിടെ കർഷക സമരം ഉണ്ടായ സമയത്ത് അതിന് CPM അടക്കമുള്ള ഇടത് സംഘടനകളെല്ലാം കൂടി അതിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് വന്നു. പക്ഷെ കുട്ടികൾ, നമ്മുടെ ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന ഇവര് സമരമുഖത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവരെ ആരെയും കാണാനില്ല. എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു, ഈ പറയുന്ന വർഷകാല സമ്മേളനം തുടങ്ങുന്ന സമയത്ത് കോൺഗ്രസിന്റെ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒഴിവ് കിട്ടിയത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിന് ഒഴിവ് കിട്ടിയ ഒരു സമയം നോക്കിയിട്ട് സമരം അവർ പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് ഇവർക്ക് നമ്മുടെ കേരളത്തിലുള്ള MP-മാരെയും നേതാക്കന്മാരെയും അവിടെ എത്തിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ബർത്ത്ഡേ നടക്കുകയാണ്, നിങ്ങൾ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ആശംസ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ചെല്ലുന്നു. PC വിഷ്ണുനാഥൊക്കെ കാര്യം അറിയാതെ, പൊട്ടനാട്ടം കാണുന്ന പോലെ കാര്യം അറിയാതെ അവിടെ ചെന്നപ്പോഴാണ് സമരമുഖത്തേക്ക് ഇരിക്കുന്നത്. അതിന്റെ ഒരു നൈരാശ്യം നമുക്ക് കാണാം, നമ്മുടെ VD സതീശന്റെ മുഖത്ത് കാണാൻ കഴിയും. അപ്പം ഇവിടെ പരാജയപ്പെട്ടത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും. തന്നെയുമല്ല, ഇവർ വന്നതിന് ശേഷം, അതായത് ഈ ഒരു സമരം അങ്ങോട്ട് ആരംഭിച്ച് ഈ 45 ദിവസം പിന്നിടുന്നു. ഈ 45 ദിവസം പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് വേറൊരു തലത്തിലേക്ക്, ഒരു സ്ഫോടനാത്മകമായ തലത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരു നേതാവ് അവിടെ ഇത്രയും ദിവസം അവിടെ നിരാഹാര സമരം ഇരിക്കുകയും ആ നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യം വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. BJP അദ്ദേഹത്തിനെതിരെ എന്താ പറഞ്ഞത്, അദ്ദേഹം എന്തോ വിദേശ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഇത് വിദേശ ശക്തികൾക്ക് ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടിയുള്ള വഴിയൊരുക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സംഘികൾ ഈ പറയുന്ന സോനം വാങ്ചുക്കിനെതിരായിട്ട് ശക്തമായ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമ്മൾ പറയേണ്ടി വരും. അപ്പോഴും നമ്മൾ കാണേണ്ടത് ഇവിടുത്തെ യുവജന സംഘടനകൾക്ക്, അതായത് നമ്മൾ പൊളിറ്റിക്കലി മോട്ടിവേറ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കലി നിൽക്കുന്ന നമ്മുടെ യുവജന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവർ കാണിച്ച കുറ്റകരമായ മൗനം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണെന്നേ. ഇവർ ചങ്കൂറ്റം കാണിച്ചാരാ? CJP ആണ്. ഇനി വരുന്ന കുട്ടികൾ നാളെ CJP ആണ് എന്ന് പറയുന്നതിൽ അഭിമാനം കണ്ടെത്തും.
ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇപ്പൊ റഹീം ഡിവൈഎഫ്ഐയുടെ കാരണം സ്വാഭാവികമായിട്ടും ചിന്തിക്കും, പ്രതികരണശേഷി അവർക്കല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കത്തില്ല. സ്വാഭാവികമായും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണെന്നേ. കാരണം ഈ CJP പോലെ ഒരു ഇന്നലെ കിളിച്ചു പൊങ്ങിയ ഈ പറയുന്ന പോലെ അഭിജിത് ദീപ്കയുടെ പിന്നെ നേതൃത്വത്തിൽ മുളച്ചു പൊങ്ങിയത് എന്തിനു വേണ്ടിയാണ് ആ സംഘടന ഉണ്ടായത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇവിടുത്തെ ജൻസി കുട്ടികളെ, തൊഴിലില്ലാത്ത കുട്ടികളെ കുറിച്ചിട്ട് അവരെ കുറിച്ച് മോശമായ ഒരു പരാമർശം സുപ്രീം കോടതി ജസ്റ്റിസ് നടത്തി. അപ്പൊ അതിനെ തുടർന്ന് അവർക്കുണ്ടായ മാനഹാനി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്കിൽ പിന്നെ ഞങ്ങൾ പാറ്റകളായി തന്നെ അറിയപ്പെടും എന്ന് പറയുന്ന നമ്മുടെ എല്ലാ വ്യവസ്ഥകളോടുമുള്ള ഒരു വെല്ലുവിളി എന്നുള്ള നിലയിൽ നിന്നിട്ടാണ് ഞങ്ങൾ പാറ്റകളാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കും, ആ സംഘടനയുടെ പേര് കോക്രോച്ച് ജനതാ പാർട്ടി എന്നായിരിക്കുമെന്ന് അതിശക്തമായി ഉദ്ഘോഷിക്കാനും അത് എന്താ പറയാ രാജ്യത്തോട് വിളിച്ചു പറയാനും കാണിച്ച ആ ഒരു ചങ്കുറപ്പുണ്ടല്ലോ, അതാണ് ആ കുട്ടികളുടെ ഏറ്റവും വലിയ കൈമുതൽ. ആ കൈമുതൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് ധൈര്യമായി ജന്തർ മന്ദിറിൽ സമരമിരിക്കാൻ കഴിഞ്ഞത്. ആ സമരത്തെ പിന്നീട് കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തു. ആ വാക്ക് തന്നെ ഉപയോഗിക്കും, ഹൈജാക്ക് ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. എന്നിട്ട് കഴിഞ്ഞ ദിവസം എന്താ ചെയ്തത്? ഈ സമരത്തിന്റെ എല്ലാം കഴിഞ്ഞു, രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യുന്നു, പിന്നെ പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു, നമ്മുടെ കേരളത്തിലെ MP-മാർ അടക്കമുള്ളവർ മുദ്രാവാക്യം വിളിക്കുന്നു, അവരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം സംഭവിക്കുന്ന ഒരു സാഹചര്യം. എന്നിട്ട് അതിനെ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അതുവരെ ഈ ഇത്രയും 43 ദിവസമായി 44 ദിവസമായിട്ട് സമാധാനപരമായി സമരം നയിച്ചുകൊണ്ടിരുന്ന ആ സമരത്തെ അലങ്കോലപ്പെടുത്തുകയും രക്തരൂക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്തതിൽ ഈ സംഘടനയ്ക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പോലെ പ്രതിപക്ഷ കക്ഷികളുടെ ആ പാർട്ടിക്ക് പങ്കുണ്ട് എന്ന് പറയേണ്ടി തന്നെ വരും. നമുക്ക് അതിനകത്ത് യാതൊരു ഇതും പറയേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ സംഭവിച്ചത്? ഇവിടെ അത് കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പതിവ് പത്രസമ്മേളനം വിളിക്കുന്നു. എങ്ങനെയുള്ള പതിവ് പത്രസമ്മേളനം? ഓഡിയോ വിഷ്വൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. ഈ രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് ഓഡിയോ വിഷ്വൽ കാണിച്ചു കൊടുത്ത് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. എന്താണ്? വോട്ട് ചോരി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ എത്തി? അതിനുശേഷം എത്ര തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ രാജ്യത്ത് നടന്നു? ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ബാക്കി തെരഞ്ഞെടുപ്പുകളിൽ എവിടെയെങ്കിലും ഇതൊന്ന് പ്രതിഫലിച്ചിട്ടുണ്ടോ? പോട്ടെ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്താനോ അല്ലെങ്കിൽ ഇത് തടയപ്പെടേണ്ടതാണ് എന്ന് കാണിക്കുന്ന തരത്തിൽ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പിന്നീട് ഒരു നടപടിക്രമം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇത് കഴിഞ്ഞു. അതായത് ഈ സമരത്തെ ഇപ്പൊ ഇത്രയും ദേശീയ തലത്തിലടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമര പരിപാടിയായി മാറുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുക്കുന്നില്ല. 40 ദിവസം അവര് പിന്നെ അവിടെ ഇരുന്ന് സമരം നയിച്ചതിന് ശേഷം വീണ്ടും ഏറ്റെടുത്തു. ഇതിനെ അങ്ങ് ഞങ്ങളുടേതാക്കി മാറ്റുന്ന ഒരു സമീപനത്തിലേക്കാണ് ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ BJP വിട്ടേക്കു, അവര് അവരുടെ പാർട്ടിയാണല്ലോ. കാര്യം ഒഡീഷയിൽ നിന്നുള്ള ഏറ്റവും വലിയ മുഖമാണ് നമ്മുടെ ഇദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പൊ അതുകൊണ്ട് ഒഡീഷയിൽ നിന്നുള്ള മുഖം ആയതുകൊണ്ട് 97 എന്ന് പറയുന്ന ഒരു വർഷത്ത് 97 ഇതുപോലെ ഒരു സംഭവം നമ്മുടെ രാജ്യത്തുണ്ടായി. അതായത് 97 ഇവിടെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഭരണമാണെന്ന് തോന്നുന്നു രാജ്യത്ത്. അപ്പൊ ആ സമയത്ത് ഇതുപോലെ ഒരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായ സാഹചര്യത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരാളാണ്. 97 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നല്ല ചെറുപ്പകാലമാണെന്ന് ആലോചിക്കണം. അന്ന് ശക്തമായ നിലപാടെടുത്ത ഒരു നേതാവാണ് ഈ പറയുന്ന പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ. ആ ധർമ്മേന്ദ്ര പ്രധാനാണ് ഇന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പം ഈ ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ നിൽക്കുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാനോട് നോ പറയാനോ രാജിക്കത്ത് സ്വീകരിക്കാനോ രാജി വെക്കണം എന്ന് പറയാനോ നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഒഡീഷയുടെ ഫേസായി നിൽക്കുന്ന ഒരു നേതാവിനോട് നിങ്ങൾ നാളെ രാജിവെക്കണമെന്ന് പറയാനുള്ള ചങ്കുറപ്പ് അമിത്ഷായ്ക്കും ഇല്ല, നരേന്ദ്രമോദിക്കും ഇല്ല, രണ്ടുപേർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രാധാന്യമുണ്ട്, രാജിയിലേക്ക് പോകില്ല. ഈ സമരത്തെ കലാപകലുഷിതമാക്കി മാറ്റി രക്തരൂക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് അവിടെ സമാധാനപരമായി സമരം നയിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് തല്ലി മേടിച്ചു കൊടുത്തതും സത്യത്തിൽ ഈ പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ തന്നെയാണെന്ന് പറയേണ്ടി വരും. അതിൽ CPM ഉണ്ട്, BJP പിന്നെ കോൺഗ്രസ് ഉണ്ട്, അതോടൊപ്പം തന്നെ BSP ഉണ്ട്, സമാജ്വാദി പാർട്ടി ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് ആ കുട്ടികൾക്ക് തല്ലി മേടിച്ചു കൊടുത്തതിനകത്ത്. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ കാര്യം. കേരളത്തിൽ നിന്നുള്ള MP-മാർ അവിടെ പോയി കറുപ്പ് പണിഞ്ഞിട്ട് സഭയിൽ കയറി നിന്നുകൊണ്ട് വല്ല കാര്യം ഈ സഭയെ കയറി ഇരുന്നിട്ട് പ്രതിപക്ഷ കക്ഷികൾ തമ്മിലടിക്കുന്ന കാഴ്ചയും സഭയ്ക്കകത്ത് കാണേണ്ടി വന്നു. വർഷകാല സമ്മേളനത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു കാര്യം അതാണ്. പ്രതിപക്ഷ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നു. എന്നിട്ട് പിന്നെ പുള്ളി ഏറ്റവും അവസാനം അഖിലേഷ് യാദവ് പറഞ്ഞു, നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ രാഷ്ട്രീയം നടപ്പിലാക്കാനുള്ള വേദിയല്ല ഇത് എന്ന് വരെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പം തീർച്ചയായിട്ടും പിന്നെ ഇവിടുത്തെ CJP എന്ന് പറയുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ ആ ഒരു കക്ഷിയെ അല്ലെങ്കിൽ ആ ഒരു സംഘടനയെ തീർത്തും വെറുതെ ഇവരെന്തോ കാട്ടിക്കൂട്ടുന്നു എന്നുള്ള നിലയ്ക്ക് മാത്രം കണ്ടതിന് ശേഷം പിന്നീട് തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലോ ഈ നടക്കുന്നത് എന്നുള്ള ചിന്തയിൽ ആരുടെയോ തലയിൽ ഇപ്പൊ പറയുന്നത് എന്താ,
ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസനായ KC വേണുഗോപാലിന്റെ തലയിൽ നിന്ന് ഉദിച്ചുയർന്നു വന്നതാണെന്നൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വാഴ്ത്തുപാട്ടുകൾ കാണുന്നുണ്ട്. അപ്പം അതിന്റെ അർത്ഥം ഈ പറയുന്ന ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം തന്നെയാണ് ഇതുവരെ മെനഞ്ഞുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി രാഹുൽ ഗാന്ധി കുറച്ചുനാൾ റെസ്റ്റ് എടുത്തതിന് ശേഷം തിരിച്ചു വന്നതാണ്. ഇനിയും ഇത് കഴിഞ്ഞ ഉടനെ ഒരു റെസ്റ്റിലേക്ക് പോകും. അപ്പൊ അതുവരെ ഒരു കൂടി വന്ന ഒരു 5-6 ദിവസം കൂടി ഈ സമരത്തിന് പ്രാധാന്യം ഉണ്ടാവും. അതിനുശേഷം ഇപ്പൊ നമുക്കറിയാം പോസ്റ്റ് ഓഫീസുകളിലേക്ക് ഈ പറയുന്ന അതിൽ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘികളുടെ കാര്യമാണ്. സംഘികള് ഈ കഴിഞ്ഞ ദിവസം ടൊവിനോ തോമസിന്റെ വീടിന് മുമ്പിൽ വാ മൂടി കെട്ടിക്കൊണ്ട് സമരം ചെയ്യുന്നു, പ്രതിഷേധം. ആ പടം 10 പേരുണ്ട്. എന്തിനാണ്? ടൊവിനോ തോമസ് നമുക്കറിയാം വിസ്മയ മോഹൻലാലിനെ പ്രതികരിച്ചിട്ടുണ്ട്. വിസ്മയ മോഹൻലാൽ പ്രതികരിച്ച് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. ആ പാവപ്പെട്ട പെൺകുട്ടിയെ എന്തൊക്കെ വിളിച്ചു കൂവി എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അപ്പം ടൊവിനോ തോമസും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പൗരാവകാശത്തിന്റെ ലംഘനം എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു? ഇവിടുത്തെ സംഘികളെല്ലാം കൂടെ വായി മൂടി കെട്ടിക്കൊണ്ട് ടൊവിനോ തോമസിന്റെ അദ്ദേഹത്തിന്റെ വീട് തൃശ്ശൂരാണ്, അതിന്റെ എറണാകുളത്തുള്ള വീടിന്റെ മുന്നിൽ പോയി പിന്നെ ഇത് സമരം നടത്തുക. എന്താവശ്യം? ശരി, പിന്നെ സംഘികളോട് ചോദിക്കേണ്ട ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ CJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ആ പാർട്ടി അല്ലെങ്കിൽ ആ സംഘടന ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അവർ ഉന്നയിക്കുന്ന ആരോപണം സത്യമാണോ അതോ വ്യാജമായ ഒന്നാണോ? നമ്മുടെ ഉത്തർപ്രദേശിൽ അടക്കമുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും 12ഓളം കുട്ടികൾ ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതിന് സമാധാനം പറയേണ്ടതാരാണ്? ധർമ്മേന്ദ്ര പ്രധാനെ പോലുള്ള ഒരു മന്ത്രിയും ആ മന്ത്രിയെ തോളിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന BJP സർക്കാരും ഇതിന് ഉത്തരവാദിത്വം പറഞ്ഞേ പറ്റുള്ളന്നേ. ഇവിടെ 1 മിനിറ്റ് പോട്ടെ 1 സെക്കൻഡ് വൈകി പോയത് കൊണ്ട് നീറ്റ് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയി എത്രയോ വിദ്യാർത്ഥികൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പം അത് മാത്രമോ നമ്മൾ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ നീറ്റ് പരീക്ഷ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. പെൺകുട്ടികളുടെ അടിവസ്ത്രം പോലും അഴിപ്പിച്ചു വെച്ചുകൊണ്ട് പരിശോധിക്കുക. ഈ രീതിയിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിശോധനാ ക്രമങ്ങൾ വരെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലോചിച്ച് എത്ര പെൺകുട്ടികൾ അവർക്കൊക്കെ അവരുടെ ഇന്റഗ്രിറ്റി എന്ന സാധനമില്ലേ? പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ അവരുടെ സ്മാർട്ട് വാച്ചുകൾ അഴിപ്പിക്കാം, കമ്മൽ അഴിപ്പിക്കും. കമ്മലിനകത്ത് അവർ എന്തോ എടുത്ത് വെച്ചിട്ട് വരും? ഒരു കമ്മലില് അവർക്ക് എന്ത് ചിപ്പ് പിന്നെ നരേന്ദ്രമോദി 2000 രൂപയ്ക്ക് അത് പിടിപ്പിച്ച മൈക്രോ ചിപ്പ് പിടിപ്പിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? പറ്റില്ല. സ്മാർട്ട് വാച്ച് അത് അവർക്ക് സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമുള്ള സ്മാർട്ട് വാച്ചുകൾ. അനലോഗ് വാച്ച് കൊണ്ട് എന്ത് തേങ്ങ ഉണ്ടാക്കാനാണ്? വാച്ച് ധരിക്കാൻ പാടില്ല, മോതിരം ധരിക്കാൻ പാടില്ല, വള ധരിക്കാൻ, കമ്മല്, ഇതൊന്നും പാടില്ല. എന്നിട്ട് ഈ കുട്ടികളെ വിളിച്ചു നിർത്തി ക്രൂരമായ പരിശോധന ഇതുവരെ നടത്തിയിട്ടാണ് പരീക്ഷ നടത്തുന്നത്. ഈ പരീക്ഷയിൽ ക്രമക്കേടും വ്യാജം. ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ടെലഗ്രാം ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ എക്സാം എഴുതണമെങ്കിൽ ഇതെല്ലാം പാലിച്ചിരിക്കണം. ഈ നടപടിക്രമങ്ങളെല്ലാം പാലിക്കാതെ ഒരു കുട്ടിയെ ആ എക്സാം ഹാളിലേക്ക് കയറ്റില്ല. ഇതൊക്കെയാണ് ഇവിടെ അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് CJP പോലൊരു സംഘടനയാണ്. പക്ഷെ അതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചത് അങ്ങേയറ്റത്തെ അപരാധമാണ്. കാര്യം ഈ 45 ദിവസമായിട്ട് ഇവർക്ക് ആർക്കും വെളിവുണ്ടായില്ലേ? ഈ പറഞ്ഞ CPM-നാണെങ്കിലോ കോൺഗ്രസിനാണെങ്കിലോ ഇവർക്ക് ആർക്കും വെളിവുണ്ടായില്ല എന്നുള്ളതാണോ? ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഇപ്പോഴാണോ അവർക്ക് തോന്നിയത് ഇതിനകത്ത് കാര്യപ്പെട്ട കാര്യമുണ്ടെന്ന്? എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തില്ല? സമരമുഖത്തേക്ക് ഇവർക്ക് പിന്തുണ അറിയിച്ചില്ല? ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരു നേതാവ് പോലും ഈ പറയുന്ന CJP നേതാക്കന്മാരുടെ വീടിന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ ആ സമരപന്തലിലേക്ക് എത്തിയില്ലല്ലോ. ആൾ ഇത്രയായിട്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ മതി. വെറുതെ അവിടെ ചെയ്യുന്നുണ്ട് ആ പിള്ളേരെ, ആ ഇരിക്കുന്ന പിള്ളേരുടെ മുന്നിൽ അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചാൽ മതി. നടന്നിട്ടുണ്ടോ ഇന്നുവരെ? നടന്നിട്ടില്ല. അപ്പൊ അതാണ് അവരുടെ പ്രശ്നം. അവർക്ക് ഇതിനെ അവരുടേതാക്കി മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇറങ്ങുന്ന എല്ലാം കള്ളനാണയങ്ങളാണ്. അത് CPM ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും കള്ള നാണയങ്ങൾ തന്നെയാണ്. ഇനി ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഓഡിയോ വിഷൽ അടക്കമാണ് പത്രസമ്മേളനം നടത്തിയത്. നാളെ അത് പോയി കഴിഞ്ഞു. ആ പത്രസമ്മേളനത്തോട് കൂടി കാര്യങ്ങളെല്ലാം അവസാനിച്ചു. ഇത് ഈ സഭാകാലം തീരുന്നവരെ ഇത് കൊണ്ടു നടക്കും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കോ? ഇല്ല, പോയി വേറെ പണി നോക്കാൻ പറയും. ഇത്രയാണ് നമ്മുടെ രാജ്യം സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇത്രയും കാലം ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതിരുന്നവർ രാഷ്ട്രീയ അവസരം മുതലെടുത്തുകൊണ്ട് കൃത്യമായി ആ കുട്ടികളുടെ സമരത്തെ ഹൈജാക്ക് ചെയ്ത് അതിനെ രക്തരൂക്ഷിതമാക്കി മാറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.